20ഓളം സീറ്റുകളിൽ ഒറ്റ പേരിലേക്ക് എത്താനാകാത്ത പ്രതിസന്ധിയിലാണ് കോൺഗ്രസ്. തിരുവനന്തപുരം, കണ്ണൂർ, ആലപ്പുഴ, പാലക്കാട് ജില്ലകളിലാണ് പ്രധാനമായും തർക്കം നിലനിൽക്കുന്നത്. ഇന്ന് ഡൽഹിയിൽ നടക്കുന്ന ചർച്ചയിൽ തർക്കങ്ങളിൽ പരിഹാരം കാണാനാണ് ശ്രമം. തെക്കൻ കേരളത്തിൽ നിന്ന് സുനിൽ ഐസക്, മധ്യകേരളത്തിൽ നിന്ന് ഷുക്കൂർ, വടക്കൻ കേരളത്തിൽ നിന്ന് അസ്ലം എന്നിവർ ചേരുന്നു. ആദ്യം ഷുക്കൂറിലേക്ക്. ഷുക്കൂർ, ഈ മധ്യകേരളത്തിലെ ഏതൊക്കെ സീറ്റുകളിലാണ് ഇപ്പോൾ തർക്കം അവശേഷിക്കുന്നത്? അജിംസെ, ഈ സാമുദായിക പരിഗണനയും ഒപ്പം തന്നെ നേതാക്കളുടെ അടുപ്പക്കാരായ ചില പ്രാദേശിക നേതാക്കൾക്കുള്ള സീറ്റ് ഉറപ്പിക്കുന്നതും ഇതെല്ലാം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് തീരുമാനങ്ങളിൽ എത്തുന്നതിന് തടസ്സമായി നിൽക്കുന്നത്. ഇപ്പോൾ എറണാകുളം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട DCC പ്രസിഡന്റായ ഒരു ഗ്ലാമർ DCC പ്രസിഡന്റ് എന്നറിയപ്പെടുന്ന മുഹമ്മദ് ഷിയാസിന് സീറ്റില്ലാത്ത അവസ്ഥയാണ്. അദ്ദേഹത്തെ കൊച്ചി സീറ്റിലാണ് പരിഗണിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ കൊച്ചിയിൽ ലത്തീൻ സഭയുടെ ഒരു സമ്മർദ്ദമുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന് അവിടെ സീറ്റ് നൽകാനാകുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ആശയക്കുഴപ്പം നിലനിൽക്കുന്നു. തൃപ്പൂണിത്തുറ സീറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ കൊച്ചി ഡെപ്യൂട്ടി മേയർ കൂടിയായ ദീപക് ജോയിയുടെ പേരാണ് കെ ബാബു MLA ശക്തമായി നിർദ്ദേശിക്കുന്നത്. എന്നാൽ KC വേണുഗോപാൽ ഗ്രൂപ്പിലെ അജയ് തറയിൽ അടക്കമുള്ള ആളുകൾ ഈ സീറ്റിനായി ശക്തമായ സമ്മർദ്ദം ചെലുത്തുകയാണ്. ഇവിടെ നിന്നും ഒരു പേരിലേക്ക് എത്താൻ നിലവിൽ KPCC നേതൃത്വത്തിന് കഴിയുന്നില്ല. മറ്റൊന്ന് തൃശ്ശൂർ ജില്ലയാണ്. തൃശ്ശൂർ സീറ്റിനെ സംബന്ധിച്ച് അവർ TV ചന്ദ്രമോഹനും രാജൻ പല്ലനും സീറ്റിനായി രംഗത്തുണ്ട്. ഇവിടെ സിറോ മലബാർ സഭയിൽപ്പെട്ട ഒരാളെ സ്ഥാനാർത്ഥിയാക്കണമെന്ന ആഗ്രഹം സഭയ്ക്കുണ്ട്. അതേസമയം NSSന്റെ പ്രതിനിധിയാണ്, അല്ലെങ്കിൽ NSSന് താല്പര്യമുള്ള ആളാണ് സ്ഥാനാർത്ഥിയാകേണ്ടതെന്ന വാദമുണ്ട്. അതിന്റെ ഭാഗമായി ആ തർക്കം ഒരുപക്ഷെ പോസ്റ്റർ യുദ്ധത്തിലേക്ക് വരെ എത്തിയിരിക്കുന്നു. ഇന്ന് രാവിലെ തൃശ്ശൂരിൽ ഈ നായർ സ്ഥാനാർത്ഥി വേണമെന്ന് ഒരു വിഭാഗം, അതുപോലെ തന്നെ ക്രിസ്ത്യൻ സ്ഥാനാർത്ഥി പറ്റില്ല എന്ന് പറഞ്ഞെല്ലാം പോസ്റ്ററുകൾ തൃശ്ശൂർ നഗരത്തിൽ പ്രത്യക്ഷപ്പെടുന്ന സാഹചര്യമുണ്ടായി. ആ അർത്ഥത്തിൽ സാമുദായികമായ ചില ചേരിതിരിവും അവകാശവാദങ്ങളും കൂടി കോൺഗ്രസിന്റെ സീറ്റുകളുടെ കാര്യത്തിൽ നടക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇടുക്കിയിൽ പീരുമേട് റോയ് കെ പൗലോസിന്റെയും സിറിയക് തോമസിന്റെയും പേരുകളുണ്ട്. ദേവികുളത്ത് M മുത്തുരാജ്, K കൃഷ്ണമൂർത്തി എന്നിവരുടെ പേരുകളാണുള്ളത്. ഇവിടെയൊന്നും ഒരു പേരിലേക്ക് എത്താൻ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല. കോട്ടയത്ത് പൂഞ്ഞാറും കാഞ്ഞിരപ്പള്ളിയിലും സമാനമായ രീതിയിൽ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിയാതെ നിൽക്കുകയാണ്. ശരി, സുനിൽ ഐസക് കൂടി ചേർന്ന് തിരുവനന്തപുരത്ത്. സുനിൽ, തെക്കൻ കേരളത്തിലെ ഏതൊക്കെ സീറ്റുകളാണ് ഈ തർക്കം ബാക്കിയുള്ളത്? പത്തനംതിട്ടയിലും തിരുവനന്തപുരത്തും മിക്ക സ്ഥലങ്ങളിലും സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ധാരണയായിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതാണ്ട് സ്ഥാനാർത്ഥി ധാരണയായിട്ടുള്ളത് കുറേ സീറ്റുകളിലെങ്കിലും കൊല്ലത്താണ്. പക്ഷേ തിരുവനന്തപുരത്തേക്ക് വന്നാൽ ആകെ 14 നിയമസഭാ മണ്ഡലങ്ങളുള്ളതിൽ 2 മാത്രമാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ ധാരണയായിട്ടുള്ളത്. അത് ഒന്ന് A വിൻസെന്റ് കോവളത്ത്, അദ്ദേഹം അവിടെ സിറ്റിംഗ് MLA ആണ്. ആ സിറ്റിംഗ് MLA സ്ഥാനത്ത് അദ്ദേഹം തുടരുകയും ചെയ്യും. മറ്റൊന്ന് K മുരളീധരനാണ്, വട്ടിയൂർക്കാവിൽ. K മുരളീധരന്റെ സ്ഥാനാർത്ഥിത്വം ഏതാണ്ട് ഉറപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരു പ്രാഥമികമായി തെരഞ്ഞെടുപ്പ് പ്രചരണമൊക്കെ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊന്ന് 2 ഘടകകക്ഷികൾക്ക് നൽകിയിട്ടുള്ള സീറ്റുകളാണ്. അത് ആറ്റിങ്ങിലാണ്, അത് RSPക്ക് നൽകിയ സീറ്റാണ്. അവിടെ സന്തോഷ് ഭദ്രനാണ് സ്ഥാനാർത്ഥി. അദ്ദേഹവും ഏതാണ്ട് സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം CMPക്ക് നൽകാൻ ഏറെക്കുറെ ധാരണയായിട്ടുണ്ട്. അവിടെ മറ്റ് പലരും ആ സീറ്റിന് വേണ്ടി കണ്ണുവെച്ചിട്ടുണ്ട്. ഔദ്യോഗികമായ കാര്യത്തിൽ തീരുമാനമായിട്ടില്ലെങ്കിൽ കൂടിയും CP ജോൺ അവിടെ മത്സരിക്കട്ടെ എന്ന ഒരു തീരുമാനത്തിലാണ് നേതാക്കൾ ഉള്ളത്. മറ്റൊരിടത്തും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയെ സംബന്ധിച്ച് ഒരു ധാരണയുമായിട്ടില്ല. പ്രത്യേകിച്ച് നിയമം പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ആരായിരിക്കും സ്ഥാനാർത്ഥി എന്ന കാര്യത്തിൽ വളരെ ആകാംക്ഷ നിലനിൽക്കുന്നുണ്ട്. അവിടെ KS ശബരിനാഥിനെ മത്സരിപ്പിക്കണം എന്നുള്ള ആലോചന ചില ആദ്യഘട്ടത്തിലുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് അരുവിക്കരയാണ് താല്പര്യമെന്ന് അറിയിച്ചുകൊണ്ട് അദ്ദേഹം അരുവിക്കരയ്ക്ക് മാറാനുള്ള നീക്കം നടത്തുന്നുണ്ട്. അരുവിക്കര ലക്ഷ്യമിട്ടും ഒക്കെ മറ്റ് ചില ആളുകളും ചില മൂവ്മെന്റുകൾ നടത്തുന്നുണ്ട്, പ്രത്യേകിച്ച് VS ശിവകുമാറിനെ പോലെയുള്ള ആളുകൾ. പക്ഷേ ശിവകുമാറിനോട് പാറശാല മത്സരിക്കാനാണ് പറഞ്ഞത്. പക്ഷേ അദ്ദേഹത്തിന് അവിടെ താല്പര്യമില്ല. അങ്ങനെ പലയിടങ്ങളിലും ആരാണ് സ്ഥാനാർത്ഥി എന്ന കാര്യത്തിൽ ഒരു ധാരണയിലേക്ക് എത്താൻ കഴിയാത്ത സാഹചര്യമുണ്ട്. നേമത്ത് വൈഷ്ണവ് സുരേഷിന്റെ പേരും പറഞ്ഞു കേൾക്കുന്നുണ്ട്. എന്തായാലും ഇതാണ് നിലവിലിപ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ ഒരവസ്ഥ. പ്രാഥമികമായി പറഞ്ഞാൽ പത്തനംതിട്ടയിലേക്ക് വന്നാൽ അവിടെ 5 സീറ്റുകളാണ് ആകെയുള്ളത്. അതിൽ 1 ഘടകകക്ഷികൾക്കാണ്. അവിടെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിനാണ്. അത് സീറ്റ് ഏറ്റെടുക്കുന്ന കാര്യത്തിൽ ചില ചർച്ചകൾ നടക്കുന്നുണ്ട്. സീറ്റ് ധാരണ ഇതുവരെ ആയിട്ടില്ല. സീറ്റ് വിഭജന ചർച്ചകൾ പൂർത്തിയായിട്ടുമില്ല. പ്രത്യേകിച്ച് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവുമായിട്ടുള്ള സീറ്റ് ചർച്ചകൾ. അവിടെ ഒരിടത്ത് മാത്രമാണ് ആറന്മുളയിൽ വീണ ജോർജിനെതിരെ അബിൻ വർക്കി മത്സരിക്കുമെന്ന് ഏറെക്കുറെ ധാരണയായിട്ടുണ്ട്. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഒന്നും ഇപ്പോഴും തീരുമാനമായിട്ടില്ല. റാന്നിയിൽ KPCC സെക്രട്ടറി പഴകുളം മധുവിന്റെ അടക്കം പേരുകൾ പറഞ്ഞു കേൾക്കുന്നുണ്ടെങ്കിലും ഒരു ധാരണയിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. അടൂരാവട്ടെ അവിടെ
UDF കൺവീനർ അദ്ദേഹം അവിടെ മത്സരിക്കാനുള്ള താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു. പക്ഷേ MP-മാർ മത്സരിക്കേണ്ട എന്നാണ് പൊതുവായ തീരുമാനമെങ്കിൽ അവിടെ അദ്ദേഹത്തിന് സീറ്റ് കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. ഞാൻ ഇനിയുള്ളത് കൊല്ലമാണ്. കൊല്ലത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെയാണ് ഏറെക്കുറെയെങ്കിലും കുറേയൊക്കെ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് പറയാം. ആകെ അവിടെ 11 നിയമസഭാ സീറ്റുകളാണുള്ളത്. അതിൽ കരുനാഗപ്പള്ളി, കൊല്ലം, കുണ്ടറ, കൊട്ടാരക്കര, പത്തനാപുരം എന്നിവയാണ് കോൺഗ്രസ് മത്സരിക്കാൻ സാധ്യതയുള്ളത്. ഇതിൽ ചാത്തന്നൂരും ചടയമംഗലത്തും പുനലൂരിലും ഒഴികെ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ഏറെക്കുറെ ധാരണയായിട്ടുണ്ട് എന്ന് നമുക്കിപ്പോൾ പറയാം. സ്ഥാനാർത്ഥി ആയത് കൊല്ലത്ത് ആണ്. കൊല്ലത്ത് ബിന്ദു കൃഷ്ണ അവിടെ മത്സരിക്കുമെന്ന് ഉറപ്പിച്ചിട്ടുണ്ട്. കുണ്ടറയിൽ വിഷ്ണുനാഥ്, കരുനാഗപ്പള്ളിയിൽ മഹേഷ്, പത്തനാപുരത്ത് ജ്യോതികുമാർ ചാമക്കല, കൊട്ടാരക്കര ഐഷ പോറ്റി എന്നിവരുടെ പേരുകളാണ് ഇപ്പോൾ ഏറെക്കുറെ ഉറപ്പിച്ചിട്ടുള്ളത്. മറ്റ് 3 മണ്ഡലങ്ങളിൽ ചാത്തന്നൂരും ചടയമംഗലത്തും പുനലൂരിലും ആരാണ് സ്ഥാനാർത്ഥി എന്ന കാര്യത്തിൽ ഇപ്പോഴും തീരുമാനമായിട്ടില്ല. ചടയമംഗലവും പുനലൂരും വെച്ച് മാറുന്നത് സംബന്ധിച്ച് ചില ചർച്ചകളൊക്കെ ലീഗുമായി നടക്കുന്നുണ്ട്. അത് തീരുമാനമായിട്ടില്ല. ചാത്തന്നൂർ ഫോർവേഡ് ബ്ലോക്കിന് നൽകുന്ന കാര്യത്തിലും ചർച്ചകൾ നടക്കുന്നുണ്ട്. പക്ഷേ ഇതിലൊക്കെ ചില ആഭ്യന്തര പ്രശ്നങ്ങൾ കോൺഗ്രസിനെയും UDF-നെയും ഒക്കെ വലയ്ക്കുന്നുണ്ട്. അതിൻ്റെ കൊണ്ടാണ് ഇക്കാര്യത്തിൽ തീരുമാനമാകാത്തത്. എന്തായാലും 2 ദിവസത്തിനുള്ളിൽ തന്നെ ഈ സീറ്റ് വരുന്ന ചർച്ചകൾ പൂർത്തിയാക്കി കോൺഗ്രസ് അല്ലെങ്കിൽ UDF 3 ജില്ലകളിലും സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് കടക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് നേതാക്കൾ പങ്കുവെക്കുന്നത്.